ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ മിനിയേച്ചർ മണ്ണാസ്. ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ആൻഡ് 2024 അടിപൊളിയായിരുന്നു. നമ്മുടെ സബ്സ്ക്രൈബർ ഫാമിലി ഞാൻ വിചാരിച്ചേക്കാളും ഒരുപാട് വളർന്നു. 2025 ഇതുപോലെ തന്നെ ആയിരിക്കണം. എല്ലാവരുടെയും സപ്പോർട്ട് എനിക്ക് ഉണ്ടാവണം. വൺസ് അഗൈൻ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും, എൻ്റെ സബ്സ്ക്രൈബർ ഫാമിലീസിനും ഇനി എൻ്റെ ഫാമിലിയിലോട്ട് ജോയിൻ ആവാൻ പോകുന്ന എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. അപ്പോൾ ഇന്ന് നമ്മൾ ന്യൂ ഇയറിൻ്റെ ഫസ്റ്റ് ഡേ, അതായത് ഷോപ്പിംഗ് ചെയ്തത്. അതായത് എനിക്ക് മോനും ഒരാഗ്രഹം ഉണ്ടായിരുന്നു, ന്യൂ ഇയറിൻ്റെ അന്ന് നമുക്കൊരു അൺബോക്സിങ് ഉറപ്പായിട്ട് ഉണ്ടാവണം. പുതിയൊരു വർഷം തുടങ്ങുകയല്ലേ, അപ്പോൾ നല്ലൊരു സന്തോഷത്തോടു കൂടി മനസ്സിന് ഇഷ്ടപ്പെട്ട ഒരു വണ്ടി അത് വേണമെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. അതുപോലെ തന്നെ മനസ്സിന് ഒരുപാട് ആഗ്രഹിച്ച ഒരു കാർ തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ചെറുതിൽ നിന്ന് തുടങ്ങാം. ഇത് നമ്മുടെ CLK GTR പോപ്പറൈസിൻ്റെയാണ്. ഇതിൻ്റെ 1:18 സ്കെയിൽ നമ്മുടെ ചാനലിൽ വീഡിയോ കിടപ്പുണ്ട്, കാണേണ്ടവർക്ക് പോയി കാണാം. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ പെട്ടെന്ന് തന്നെ ഇത് അൺബോക്സ് ചെയ്യാം. ആക്ച്വലി ആമസോണിൽ നിന്ന് മേടിച്ചാണ്, ചീപ്പായ ഒരു ഇതാണ്, വലിയ ഇതൊന്നുമല്ല. പക്ഷേ എനിക്കത് ഭയങ്കര ഇഷ്ടമായിരുന്നു. എൻ്റെ കയ്യിലൊരു മാരിയോയുടെ ഫുൾ ഫിഗറിൻ്റെ ഒരു സെറ്റ് ഉണ്ട്. നമ്മളത് വീഡിയോയിലൊന്നും ഇട്ടിട്ടില്ല, കാരണം സൈഡായിട്ട് ഞാൻ ചെറിയ ഫിഗറിന് എനിക്കിഷ്ടമുള്ള കാർട്ടൂൺ ക്യാരക്ടേഴ്സ് കളക്ട് ചെയ്യുന്നുണ്ട്. വീഡിയോ ഒന്നും അതിൻ്റെ ഞാൻ ചെയ്യുന്നില്ല, അപ്പോൾ അതിൽ വെക്കാൻ വേണ്ടി മേടിച്ചാണ്. അപ്പോൾ ഇതൊരു വണ്ടി ആയതുകൊണ്ട് മാത്രം ഞാൻ ഇന്നിവിടെ എടുത്തു വെച്ചേ ഉള്ളൂ. ഇന്ന് വന്നതേ ഉള്ളൂ. അൺബോക്സിങ് കാര്യമൊന്നും ഞാൻ എടുത്തില്ല, അങ്ങനെ തന്നെ വെച്ചു, അത്രേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അൺബോക്സിങ്ങിലോട്ട് പോകാം. CLK GTRൻ്റെ വീഡിയോ കാണാത്തവർ ഉറപ്പായിട്ടും പോയി കാണുക. അപ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും ഞാൻ എന്ത് വണ്ടിയാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ഇതാണ് നമ്മുടെ താരം. നല്ല സൂപ്പറായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഉണ്ട്. പോപ്പറൈസിൻ്റെയാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പണബിൾ പാർട്സ് ആണ് ഇതിൻ്റെ. ഇപ്പോൾ ഈ CLK GTR വന്ന് D2 1997 FIA GT വിന്നറാണ്. റേസിംഗ് കാറാണ് ആക്ച്വലി. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്തൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഓപ്പണബിൾ പാർട്സ് അതും 2. ആൻഡ് ഇതിൻ്റെ ഡീറ്റെയിലിംഗ് എൻ്റെ അമ്മ രക്ഷയില്ല. ഞാൻ തുറന്ന് കണ്ടായിരുന്നു, രക്ഷയില്ല. അത്രയും ഡീറ്റെയിലിംഗ് ആണ്. 18നേക്കാളും അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് 64 ചെയ്തിരിക്കുന്നത്. പോപ്പറൈസ് സൂപ്പർ എന്ന് വേണേൽ പറയാം. ഒരു അടിപൊളി കളക്ഷനാണ്. അപ്പോൾ നമുക്കിത് തുറന്ന് കാണാം. പിന്നെ ഇതിൻ്റെ ഒരു അടുത്തൊരു പ്രത്യേകത ഞാൻ കണ്ടത്, ഇവരുടെ മെയിൻ ഒരു പോയിന്റ് മാഗ്നറ്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആ പാർട്ട് വീണ് പോകും എന്നൊരു പേടി വേണ്ട. അതും ഒരു സൂപ്പർ ഒരു കാര്യം ഇവർ ചെയ്യുന്നുണ്ട്. 64 ഞാൻ കണ്ടൊരു കാര്യമാണിത്. നമ്മൾ ആക്ച്വലി ഞാൻ ഹോട്ട് വീൽസിനെ ഇഷ്ടപ്പെടുന്ന ഒരാളല്ല, ആൻഡ് 64ഉം എനിക്ക് അത്ര ഒരു താല്പര്യം ഇല്ലാത്തതാണ്. പക്ഷേ ഇപ്പോൾ ഈ പോപ്പറൈസും കൈഡോസും ആൻഡ് മിനി GTയും മേടിക്കാൻ തുടങ്ങിയ പിന്നെ എനിക്ക് അവരോടും ഒരു ഇഷ്ടം വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് മിനി GTയിലെ വീഡിയോ വരും. നമ്മളൊരു ബൈക്കിൻ്റെ വീഡിയോ പുറകെ വരുന്നുണ്ട്. അതിലും ഇതുപോലെ തന്നെയാണ്, മാഗ്നറ്റാണ്. ചെറിയ മൈന്യൂട്ട് പാർട്സും മാഗ്നറ്റാണ്. സോ അതുകൊണ്ട് നമുക്ക് എന്തെന്ന് വെച്ചാൽ ആ പീസ് മിസ്പ്ലേസ് ആവുന്ന ഒരു ടെൻഷൻ്റെ ആവശ്യമില്ല. അത് നല്ലൊരു എന്താ പറയുക, ശരിക്കും നമ്മളിപ്പോൾ ഒരു കളക്ടറിന്, വണ്ടി ഇഷ്ടപ്പെടുന്ന ഒരു കളക്ടറിന് ആ ഒരു ചെറിയ പീസ് മിസ്സാവുന്നതും ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതിനവർ നല്ലൊരു ഓപ്ഷൻ തരുന്നുണ്ട് മാഗ്നറ്റ് ആകുമ്പോഴത്തേക്കും. ഇതിലും നിങ്ങൾക്ക് കാണാൻ പറ്റും, ഇതും മാഗ്നറ്റാണ്. എനിക്കിതിനെ വെച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഇവിടെ മാഗ്നറ്റ് ഉണ്ട്, അത് തനിയായിട്ട് അതിൽ ലോക്ക് ആയിക്കോളും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. ഇതാണ് ഞാൻ പറഞ്ഞത്, എൻജിൻ ഡീറ്റെയിലിംഗ് രക്ഷയില്ല. അത്രയും 18-ൽ ഇത്രയും ഡീറ്റെയിലിംഗ് ഇല്ല, അത്രയും ഡീറ്റെയിലിംഗ് ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. മുമ്പിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എൻ്റെ 18ൻ്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം ലിങ്ക്, അത് ചെക്ക് ചെയ്തോളൂ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഈ 64-ലുള്ള ഡീറ്റെയിലിംഗ് 18-ൽ ഇല്ലവേ ഇല്ല. സൂപ്പറായിട്ടുണ്ട്. മെഴ്സിഡീസ് ബെൻസിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്.
V12 എഞ്ചിനാണ്. അടിപൊളിയായിട്ടാണ്, ഓരോ മൈന്യൂട്ട് ആയിട്ടുള്ള പാർട്സ് ആണ് അതുപോലും ഡീറ്റെയിലിംഗ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് മൊബി 1 ഇത് ചെയ്തിട്ടുണ്ട്. ആൻഡ് D2 എഴുതിയിട്ടുണ്ട്. മെർസിഡസ് ബെൻസിന്റെ ലോഗോ ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം ചെയ്തിട്ടുണ്ട്. ഓ രക്ഷയില്ല. വാസ്റ്റൈനർന്ന് ഇവിടെ ഇതിലും എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ബോഡിയിലും എഴുതിയിട്ടുണ്ട്. D2 എഴുതിയിട്ടുണ്ട്. അതുപോലെ ഡീറ്റെയിലിങ്ങിനൊന്നും ഡൗട്ടേ വേണ്ട. ഞാൻ ഇത് 100% ആയിട്ടും ഇതിന് ഞാൻ സജസ്റ്റ് ചെയ്യും. ആർക്കെങ്കിലും മേടിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഷുവറായിട്ടും മേടിക്കുക. നല്ലൊരു നിങ്ങളുടെ കളക്ഷന് നല്ലൊരു അഡീഷൻ ആയിരിക്കും ഈ CLK GTR. ഫിക്സിംഗ് ഒക്കെ അത്ര ഈസിയാണ്, നമുക്ക് ഒട്ടും ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല. മാഗ്നറ്റാണ്, തനിയായിട്ട് പ്രസ് ആയിക്കോളും. ഇതാ എന്ത് വേണേൽ ചെയ്തോ, എടുത്തെറിയരുത്. ഇങ്ങനെ ഇതൊക്കെ ചെയ്താലും ആ പാട്ടൊന്നും വീഴില്ല. അതുകൊണ്ട് ഭയങ്കര ഒരു സമാധാനമുണ്ട്. നമുക്കിത് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര ഈസിയാണ്. അപ്പോൾ ഇവനെ ഇവിടെ വയ്ക്കാം. അപ്പോൾ നമ്മുടെ ന്യൂ ഇയറിൻ്റെ അടിപൊളി കളക്ഷൻ. നമ്മുടെ കളക്ഷനിൽ ഒരു ഗോൾഡൻ ഫെദർ എന്ന് വേണേൽ ഇതിനെ പറയാം. കാരണം ഈ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്കത് ഞാൻ ഓപ്പൺ ചെയ്യുമ്പോൾ മനസ്സിലാവും. ആസ്റ്റൺ മാർട്ടിൻ്റെയാണ് DB5. ഗ്ലൗസ് ഇല്ലായിരിക്കും ഇത് നമുക്ക് തൊടാൻ പറ്റില്ല, കാരണം ഫിംഗർ പ്രിൻറ്റ്സ് ഒരുപാട് വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫസ്റ്റ് ടൈം എൻ്റെ വീഡിയോയിൽ ഇതുവരെ ആരും കണ്ടിട്ടില്ല ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ട് ഒരു വണ്ടി ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണേണ്ടി വന്നു. ഗ്ലൗസ് ഇട്ട് തന്നെ തൊടാൻ പറ്റുള്ളൂ. ക്രിസ്മസ് സീസൺ അല്ലേ, സാന്താക്ലോസിനെ പോലെ. അപ്പോൾ ഇതാണ് സാധനം. ഇവിടെ ഒരു ആസ്റ്റൺ മാർട്ടിൻ്റെ ലോഗോ കാണാം. ആസ്റ്റൺ മാർട്ടിൻ എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് ഇവിടെ ലിമിറ്റഡ് എഡിഷൻ പീസാണ്, അത് കാണാൻ പറ്റും. 100-ൽ 56th പീസ് നമ്മുടെ കയ്യിലാണ്. ആൻഡ് ഡോസൊക്കെ ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഇൻസ്ട്രുമെൻറ്റ്. ഇവനെ ഇങ്ങനെ എടുക്കുക, ഇവിടെ വയ്ക്കുക, തുറക്കാൻ പോകണം. അപ്പോൾ ഇതാണ് നമ്മുടെ കാർ. ഇതല്ല, ഇവനെയും നീക്കണം. ഗോൾഡൻ ആസ്റ്റൺ മാർട്ടിൻ DB5, ഇതാണ് നമ്മുടെ കാർ. ഇപ്പോൾ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണും. കാരണം ഗോൾഡൻ കളർ ആയതുകൊണ്ട് ഫിംഗർ പ്രിൻറ്റ്സ് ഒരുപാട് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഗ്ലൗസ് യൂസ് ചെയ്തത്. ഇതിൽ ഫുള്ളായിട്ടും ഇതാ ക്യാമറ ഉൾപ്പെടെ എല്ലാം കാണാൻ പറ്റും. ഫുൾ ഗോൾഡൻ. അതായത് പറയാൻ പോയാൽ ഇപ്പോൾ എൻ്റെ അറിവിൽ നമ്മുടെ ബോബി ചെമ്മണ്ണൂർ ബോച്ചയുടെ കയ്യിലും എൻ്റെ കയ്യിലും മാത്രമേ ഇന്ത്യയിൽ ഗോൾഡൻ കാറുള്ളൂ. അതാണ് ഒരു തമാശ. ചുമ്മാ പറഞ്ഞാൽ തമാശന് വേണ്ടി പറഞ്ഞതാണ്. ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നല്ല സൂപ്പർബ് ഡീറ്റെയിലിംഗ് ആണ്. ഞാൻ ഇൻസ്ട്രുമെൻ്റ് ഒന്ന് എടുത്തോട്ടെ. അപ്പോൾ നമുക്ക് ഡീറ്റെയിലിംഗ് നോക്കാം. ഫസ്റ്റ് ടൈമാണ് ഒരു ഇൻസ്ട്രുമെൻ്റ് യൂസ് ചെയ്തിട്ട് ഞാൻ ഡീറ്റെയിലിംഗ് ഒക്കെ കാണിക്കുന്നത്. ഞാൻ എത്തിയിരിക്കാം. എൻജിൻ ഡീറ്റെയിലിംഗ് രക്ഷയില്ല, അടിപൊളി ഡീറ്റെയിലിംഗ് ആണ് അകത്ത് ചെയ്തിരിക്കുന്നത്. ഈവൻ ചെറിയ ചെറിയ വയേഴ്സ് അതിൻ്റെ പോലെ മൈന്യൂട്ടായ ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. സൂപ്പർബായിട്ടുണ്ട്. ഇതാണ് എൻജിൻ. പെട്ടെന്ന് തന്നെ ഇത് ഫിംഗർ പ്രിൻറ്റ്സ് വരുന്നുണ്ട്, ഫുൾ മാർക്ക് വരുന്നുണ്ട്. അതുകൊണ്ട് തുടച്ചുകൊണ്ടേയിരിക്കണം, അതൊരു ജോലിയായി ഇപ്പം എനിക്ക്. നമുക്ക് എൻജിൻ റൂം അടയ്ക്കാം. ബൂട്ട് സ്പേസ് ഫുൾ വെൽവെറ്റ് ആണ്, നല്ല അടിപൊളിയായിട്ടുണ്ട് ഡീറ്റെയിലിംഗ്. അതിൻ്റെ ഫുൾ വെൽവെറ്റിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. പിന്നെ അടയ്ക്കാം, കാരണം ഇത് ഹാൻഡിൽ ചെയ്യാൻ നല്ല പേടിയാവുന്നുണ്ട് എനിക്ക്. ആൻഡ് ഇനി നമുക്ക് ഡോർ ഓപ്പൺ ചെയ്തിട്ട് ഇൻറ്റീരിയർ എങ്ങനെയാണെന്ന് നോക്കാം.
നല്ല സൂപ്പർബായിട്ടുള്ള ഇൻറ്റീരിയറിൻ്റെ ഡീറ്റെയിലിംഗ് ഉണ്ട്. ആകെ മൊത്തം ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ ഇൻറ്റീരിയർ നിങ്ങൾക്ക് കാണാൻ പറ്റും. അടിപൊളി ഇൻറ്റീരിയറാണ്. ആൻഡ് നമുക്ക് ഫ്രണ്ട് സൈഡിൽ നിന്ന് 2 ഡോർ ഓപ്പൺ ആയിട്ടുള്ള വ്യൂ കാണാം. ആസ്റ്റൺ മാർട്ടിൻ്റെ ലോഗോ ഇവിടെയുണ്ട്. ഇതിനിവിടെ സൂപ്പർ ലെജേറ എന്ന് എഴുതിയിട്ടുണ്ട്. സൂപ്പർ ലെജേറ മീൻസ് അതൊരു ഇറ്റാലിയൻ വേർഡാണ്. സൂപ്പർ ലൈറ്റ്, അതായത് അത്ര ലൈറ്റ് ആണെന്ന് ആണ് അതിൻ്റെ അർത്ഥം. പിന്നെ എനിക്ക് ഇതിൻ്റെ ബാക്കി അത്രയായിട്ടുള്ള ഡീറ്റെയിലിംഗ് ഒന്നും അറിയുന്നില്ല. ഇതിൻ്റെ വീലിൽ നിങ്ങൾക്ക് ഇവിടെ ഇതുപോലെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് കാണാൻ പറ്റും. അത് ആക്ച്വലി ജെയിംസ് ബോണ്ട് മൂവി ഇൻസ്പയർഡ് ആണ്. ഗോൾഡ് ഫിംഗർ എന്നുള്ള മൂവി ഇൻസ്പയർഡ് ആയിട്ടുള്ള വർക്കുകളാണോ എന്താണെന്ന് എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഞാൻ ഗൂഗിൾ ചെയ്തിട്ട് ഒന്നും തന്നെ എനിക്ക് ഐഡിയ കിട്ടുന്നില്ല. അറിയാവുന്നവർ ഉറപ്പായിട്ട് എനിക്ക് കമൻറ്റ് ചെയ്യാം. അപ്പം ഞാൻ വിചാരിക്കുന്നത് ജെയിംസ് ബോണ്ട് ആ മൂവി ഇൻസ്പയർഡ് ആയിട്ടുള്ള വർക്കുകളാണെന്നാണ് എൻ്റെ ഒരു വിചാരം. ആൻറ്റീന മുകളിലോട്ട് വരുന്നതാണ്. പക്ഷേ ഗ്ലൗസ് ഇട്ടൊക്കെ അതൊക്കെ തൊടാൻ കഷ്ടമാണ്, നിൽക്കുന്നില്ല. നമുക്ക് നോക്കാം. പിന്നെ ഓവറോൾ ഒരു ഗോൾഡൻ ഫെദർ നമ്മുടെ കളക്ഷന്. അതാണ് ഒരു ഗോൾഡൻ എന്താ പറയുക, ഒരു അവാർഡ് കിട്ടിയ ഫീലാണ് എനിക്കിപ്പോൾ. ഒരു സ്വർണ്ണ ട്രോഫി കയ്യിൽ കിട്ടിയ ഫീൽഡ്, കാറിൻ്റെ സ്വർണ്ണ ട്രോഫി അതുപോലെയാണ് എനിക്ക് ഈ കാർ മേടിച്ചപ്പോൾ ഫീലായത്. ആൻഡ് നല്ല വെയിറ്റ് ഉണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ അടിഭാഗം കാണാം. ഞാൻ ഡോറൊക്കെ ഒന്ന് മെല്ലെ അടയ്ക്കട്ടെ. ഹാൻഡിലിംഗ് മാത്രം സൂക്ഷിച്ച് ചെയ്യണം, അത്രയേ ഉള്ളൂ. നല്ല വെയിറ്റ് ഉണ്ട് സാധനത്തിന്. ഇതാ ഇവിടെ അടിയിൽ ഭാഗത്തിൻ്റെയും ഒക്കെ അടിപൊളിയായിട്ട് ഡീറ്റെയിലിംഗ് ഉണ്ട്. എക്സ്ട്രാ വീലിൻ്റെ ഇത് അതൊക്കെ ഉണ്ട്. മെയ്ഡ് ഇൻ ചൈന ആണ്. ആസ്റ്റൺ മാർട്ടിൻ DB5 ഇട്ടിട്ടുണ്ട്. പിന്നെ ഇത് വായിക്കണമെങ്കിൽ ഞാൻ ചൈനയ്ക്ക് പോകേണ്ടി വരും. അതുകൊണ്ട് ഞാൻ വായിച്ച് വേറൊന്നും ആക്കുന്നില്ല. വായിക്കേണ്ടവർ അറിയുന്നവർ വായിച്ചോളുക. അപ്പോൾ ഇതാണ് ഓവറോൾ നമ്മുടെ ആസ്റ്റൺ മാർട്ടിൻ്റെ വീഡിയോ. ഇവനാണ് നമ്മുടെ സ്വർണ്ണ ട്രോഫി. ഒരു സൂപ്പർ ഡീറ്റെയിലിംഗ് ഉള്ളൊരു DB5. ഇവനെ നമുക്കിവിടെ വയ്ക്കാം. ഗ്ലൗസൊക്കെ റിമൂവ് ചെയ്യാം. കാരണം ഇതൊക്കെ ഇട്ടിട്ട് പിടിക്കാമെന്ന് വെച്ചാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. ആ കാർ ഗ്ലൗസ് ഒന്നും ഇല്ലാക്കി പിടിക്കുമ്പോൾ ഒരു ഫീൽ ഉണ്ടല്ലോ, അതൊരു തനി ഫീലാണ്. പക്ഷേ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾ നമ്മൾ തൊട്ടാൽ അപ്പം അവിടെ ഫിംഗർ പ്രിൻറ്റ് വരും. അവിടെ ആ മാർക്ക്, ഫിംഗറിൻ്റെ മാർക്ക് അങ്ങനെ തന്നെ ഉണ്ടാവും. അതുകൊണ്ട് അത്രയും ക്ലീനായിട്ട് തുടച്ച് കുട്ടപ്പനായിട്ട് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇവന് നമുക്കിനി ഒരു കേസ് ഉണ്ടാക്കണം. കാരണം ഇവനെ നമുക്കിങ്ങനെ ഷോക്കേസിൽ വെക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു കേസൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം വയ്ക്കാം. അതൊക്കെ നമുക്ക് നോക്കാം, ഫ്യൂച്ചറിലെ പരിപാടിയാണ്. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.